ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഓഫീസുകളുള്ള ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിംഗ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനം നടത്തുന്നു. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്താണ് ബിസിനസ് കൺസൾട്ടിംഗ് എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഒരു വാക്ക് സംസാരിക്കുന്നത്. ബിസിനസ് കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് നമ്മളെ ഒരു സ്ഥലത്ത് വിളിച്ചിരുത്തി വളരെയധികം മോട്ടിവേഷൻ തരുകയോ ആവേശഭരിതരാക്കുകയോ ചെയ്യുന്നതല്ല. മറിച്ച് ബിസിനസ് കൺസൾട്ടിംഗ് എന്നുള്ളത് ഒരു പ്രൊഫഷണൽ അഡ്വൈസറി സർവീസാണ്. അപ്പോൾ അതൊരു പല വെർട്ടിക്കലിലാണ് നമ്മൾ ഒരു സ്ഥാപനത്തിന് ഈ തരത്തിലുള്ള അഡ്വൈസറി കൊടുക്കുന്നത്. അല്ലെ, ഒന്നാമത്തെ വെർട്ടിക്കൽ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ വിഷൻ, മിഷൻ, അതുപോലുള്ള കോർ വാല്യൂസ്, അങ്ങനെയുള്ള ഈ വക കാര്യങ്ങളിൽ ക്ലാരിറ്റി കൊണ്ടുവരികയും അത് ഡോക്യുമെൻ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ബിസിനസ്സിന് ഏറ്റവും അത്യാവശ്യം അതിൻ്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റിലേറ്റഡായ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് മാർക്കറ്റിംഗ് നടത്തേണ്ടത്, ഏത് രീതിയിലാണ് സെയിൽസ് ക്ലോസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു സെയിൽസ് ടീമിനെ അതുപോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് ടീമിനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, അതിനോടൊപ്പം അതിനോടനുബന്ധമായ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും, അതിനകത്ത് പ്രൊഡക്ഷൻ ഉണ്ടാകാം, പ്രൊക്യൂർമെൻ്റ് ഉണ്ടാകാം, അതുപോലെ ഓപ്പറേഷൻ ഉണ്ടാകാം, കസ്റ്റമർ സർവീസ് ഉണ്ടാകാം. അപ്പോൾ ഇതുപോലുള്ള എല്ലാ അനുബന്ധ സർവീസുകളെയും അല്ലെങ്കിൽ അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൃത്യതയോടെ നടപ്പിൽ വരുത്തി കൊടുക്കുന്നു. അതാണ് രണ്ടാമത്തെ വെർട്ടിക്കൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വെർട്ടിക്കലിലേക്ക് വരുമ്പോഴും നമ്മുടെ സ്ഥാപനത്തിന് സ്കെയിൽ ചെയ്യണമെങ്കിൽ, സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ, വളർന്നു വരണമെങ്കിൽ നമുക്ക് തീർച്ചയായും ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്. അപ്പോൾ HR റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ്, പ്രൊസീജിയേഴ്സ്, അതുപോലെയുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് വർക്കിംഗ് ഫ്ലോസ്, ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു മൂന്നാമത്തെ വെർട്ടിക്കലായിട്ട്. നാലാമത്തത് തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിലെ എല്ലാവിധമായ വർക്കിംഗ് ഫ്ലോകളും, അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലുമുള്ള ആ ഒരു SOPs അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു ടോട്ടൽ ബൈലോ നമുക്ക് തയ്യാറാക്കി നൽകുവാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിലെ ഫൈനാൻസ് ആൻഡ് ഫണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെയുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിന് എന്ത് സഹായങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും, എന്തൊക്കെ അഡ്വൈസസ് നമുക്ക് നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 5 വെർട്ടിക്കലിൽ നിന്നുകൊണ്ടാണ് അഡ്വൈസസും ഗൈഡൻസും നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ബിസിനസ് കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ദിവസത്തെയോ ഒരു മാസത്തെയോ പരിപാടിയല്ല. ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, യു ഷുഡ് ട്രസ്റ്റ് ദ ബിസിനസ് കൺസൾട്ടൻറ്റ്, ആൻഡ് ഓഫ് കോഴ്സ് ബിസിനസ് കൺസൾട്ടൻറ്റ് ഷുഡ് ട്രസ്റ്റ് യു ഓൾസോ. ഈ മ്യൂച്വൽ ട്രസ്റ്റ്, മ്യൂച്വൽ റെസ്പെക്റ്റ്, ഇതുപോലുള്ള കാര്യങ്ങളിലൂടെയാണ് ഒരു കൺസൾട്ടിംഗ് ജേർണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് സ്കെയിലപ്പ് ആയിക്കോട്ടെ, സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, എന്തായാലും ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു പ്രൊഫഷണൽ കൺസൾട്ടിംഗ് ഫേമിൻ്റെ അഡ്വൈസ് നിങ്ങൾക്ക് എടുക്കുക തന്നെ ചെയ്യണം. താങ്ക് യു സോ മച്ച്. ബാനർജി ഭാസ്കരൻ.